തന്നെ ഈ ലഹരി കേസുകളിൽ വിദ്യാർത്ഥികൾ അകപ്പെടുന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നെങ്കിലും അവരുടെ ഈ ലഹരി മാഫിയ സംഘങ്ങളുടെ ഒരു ക്യാരിയറായി തന്നെ വിദ്യാർത്ഥികൾ മാറുന്നു എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്ന. എങ്ങോട്ടും പോകില്ല, ഒരിക്കലും ഓക്കെ. നമുക്ക് സംസാരിക്കാം. ഇവൻ എന്നെ മനസ്സിലായില്ലേ? ഇല്ലല്ലോ. ആ പറയാം വണ്ടി എടുക്കണോ? ആരാ സാറാ നിങ്ങളൊക്കെ? നിങ്ങൾക്ക് എന്നെ വേണ്ടത്? എന്നെ എങ്ങോട്ടാ കൊണ്ടുപോണേ? നീ അന്ന് കുറ്റം സമ്മതിച്ച് ജയിലിൽ പോയി. അന്നേ എനിക്കറിയാമായിരുന്നു നിനക്കത് കഴിയില്ല. നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇവനെ നിനക്ക് മനസ്സിലായോ? അറിയില്ല സാറേ. ഇവൻ നിന്റെ മകനാണ്. എന്റെ മകനോ? മോനെ, എന്റെ മോൻ എന്നെ സാറേ പറ്റിയേ? അവൻ എന്നെ സാറേ പറ്റി? ഒന്ന് പറ സാറേ, അവനൊന്ന് കാണിച്ചോ സാറേ. പറ്റി അവനെന്റെ ഒന്ന് കാണിച്ചോ. അയ്യോ എന്റെ മോനെ. ഡ്രൈവർ, വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി. ആ ശ്രീനി, ഇയാളെ ഒന്ന് പുറത്തേക്ക്. എന്തിനാ സാറേ? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധയോടെ. എന്താ സാറേ? പറ. അതിനു മുമ്പ് നീ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു. ഇടയിലാണ് പിള്ളേരെ, മുതലാളി മെയിൻ ആളെത്തി കേട്ടോ. ഇന്നലെ തന്നെ സാധനം മുഴുവൻ തീർന്നോ? എന്റെ പൊന്നെണ്ണ, എനിക്ക് ഒരെണ്ണം വേണം, എനിക്ക് പറ്റാവുന്ന. അപ്പാ, നമ്മുടെ പയ്യൻ 2 പുതിയ പിള്ളേരെ കൊണ്ടുവന്നു. നാളത്തേക്കുള്ള സ്ഥാനം വരും. നമ്മുടെ പയ്യനെ ഏൽപ്പിക്കാമോ? പുതിയ പിള്ളേരെ ഏൽപ്പിക്കല്ലേ? ഇവന്മാരൊക്കെ വിശ്വസിക്കാവോ? എത്ര രൂപയുടെ സാധനം നിനക്കറിയോ? ചുമ്മാ അങ്ങോട്ട് കമത്തുവാണോ? സൂപ്പറാടാ. അറിയോ? ശ്രമിക്കാം. അറിയാപ്പോ നിനക്ക്
കുത്തിക്കേറ്റ നാളെ ജില്ലയെ കൊണ്ട് ആവശ്യമുള്ള ഇത് നിനക്കുള്ളൊരു ബോണസ്. എനിക്ക് സാധനം പുതിയ പിള്ളേരായതുകൊണ്ട് എനിക്കൊരു പേടിയൊക്കെ ഉണ്ട്. അത് ഒരാളേലും ബാധിക്കും. കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോ. ഏതാ നിനക്ക് തന്നെ ഉള്ളു മക്കളെ. ഓ ഇഷ്ടം ഞങ്ങൾ കഴിയുന്നതാണ് പറയണം സ്പോട്ടി ഞങ്ങൾ ക്ഷമിക്കണം, ആദ്യമായിട്ടാ, അതുകൊണ്ടാണ്. ഇതിന്റെ വാല്യൂ എത്ര എനിക്കറിയോ? സൂക്ഷിച്ചും കണ്ടും വേണം സ്കോർ ചെയ്ത്. ഞാൻ അടുത്ത് പറയാം. ഇത് ശ്രദ്ധിച്ചോ, വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം മറ്റൊരു നമ്മൾ നോക്കിയിട്ട് ശ്രദ്ധിക്കും കണ്ടിട്ട് കറക്റ്റായിട്ട് ചെയ്തോ. ശിവ, ഇത് ഓപ്പറേഷൻ യോദ്ധ, കുറ്റവാളികളെ പൊതുജനങ്ങളുടെ സഹായത്തോടെ പിടികൂടുന്ന പദ്ധതി. ശിവ, നിന്റെ മോന്റെ അവസ്ഥ ഇപ്പൊ നീ കണ്ടല്ലോ. നിന്റെ മോനാണ് വിഷ്ണു എന്നറിഞ്ഞപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചത്. പക്ഷെ അന്ന് നീ സത്യം പറഞ്ഞു. ഇപ്പൊ പറ, നിന്റെ മോനെ നമുക്ക് രക്ഷിക്കണ്ടേ? ഞാൻ പറയാം സാറേ, എന്താ ഞാൻ പറയാം. അവൻ ഒറ്റ നിർത്തണ സാറേ. എന്റെ കൊച്ചിന്റെ ജീവിതം പോലും നോക്കിട്ടാ ഞാൻ അന്നാ കുറ്റം സമ്മതിച്ചു. ഞാൻ അല്ല സാറേ എന്റെ ഭാര്യനെ കൊന്നത്, അവനാ. കാലിന് വയ്യാത്തല്ലേ അകത്ത് പോയിരിക്കേ. ഇനി പുറത്തോ പണിക്ക് പോകാൻ പറ്റണില്ല. എന്നാ കുടുംബത്തിൽ നിന്നെ ഒന്ന് സഹായിക്കുകയും ചെയ്യണ്ടേ? നീ ആ തുണി നനച്ച് വിരിക്കേ. പുതിയ പിള്ളേരെ കണ്ടുപിടിച്ച് സാറിന് കൈമാറണം. ഇപ്പൊ തന്നെ ബിസിനസ് വളരെ നഷ്ടത്തിലാണ്. എത്ര ലക്ഷം രൂപ സാറിനെ കെട്ടിക്കിടക്കും നിങ്ങൾക്കറിയാം. ശ്രമിക്കാത്തതല്ല, മാക്സിമം ശ്രമിക്കുന്നതാണ്. ഇപ്പൊ തന്നെ ഉണ്ട് പുതിയ പിള്ളേർ വന്നിട്ടുണ്ട്. ഒരുപ്പം വരും. അവര് വരുന്നുണ്ടല്ലോ. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലേ ഇതിനും കൂടെ ബിസിനസ് നടത്താണ്. നിങ്ങളൊക്കെ എന്തിനു വന്നു? വെറുതെ വേസ്റ്റ്. എടാ, നീ സ്കൂൾ പിള്ളേരെ വെച്ചുള്ള കളി നിർത്ത്, അല്ലെങ്കിൽ ഇത് നാശത്തിലേക്ക് പോകും. നമുക്ക് മനസ്സിലായോ? കാണുന്ന പിള്ളേർക്ക് ചവിട്ടാൻ കുടിക്കണം. മുതലാളി ഇറങ്ങി വാങ്ങുന്നുണ്ട്. അവരൊക്കെ വിശ്വസിക്കണോ? നമ്മുടെ വിശ്വസ്തനായ പിള്ളേരെ കൊണ്ടുവന്നതാണ്. അവരെഴുതി ഭദ്രമായിട്ട് സൂക്ഷിക്കും. വേണ്ടത് കൈകാര്യം. മുതലാളി, ഞങ്ങൾ പുറത്ത് കാണും.
പണിക്കൊന്നും പോകും. ഇങ്ങനെ പോകാനായിട്ടാ അന്ന് അവന്റെ കെട്ടിടത്തിന്റെ മൂലം വീണ പിന്നെ പണിക്ക് പോകാൻ അങ്ങനെ നടക്കും. പല പ്രാവശ്യം പോയി ചോദിച്ചു. അവനൊക്കെ നിർമ്മാണല്ലേ, പണിയെടുക്കാൻ മാത്രമേ ഉള്ളൂ സ്നേഹമൊക്കെ. ചെന്തിയടി കൊച്ചിന്റെ അകത്തേക്ക് പഠിക്കുക. അച്ഛനോട് കിടന്നു. ഇച്ചിരി പലഹാരം അവരോട് കേട്ടോ. പിന്നെ ശ്യാമളെ എന്തോ ഇച്ചിരി വെള്ളം എടുത്താ നേടി. മോള് ഇതൊക്കെ അരിഞ്ഞ് പകുതിക്ക് വെച്ചിട്ടാണ് ആടിന്റെ പുറകെ പോയി നടക്കുന്നത്. ആട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഇച്ചിരി വെള്ളം താഴത്ത് പോയി. മോനെ വാ കഞ്ഞി കുടിക്കുക. കൊച്ചിന് പനി കുറവില്ലേ? അങ്ങോട്ട് മാറുന്നില്ല പൂർണ്ണമായിട്ട്. ഇച്ചിരി മരുന്ന് എന്തായാലും മേടിച്ചു കൊടുക്കാം. പിന്നെ ചെയ്യാൻ ഒരു പണിക്കും പോകാൻ പറ്റുന്നില്ല. എത്ര കാലം ഈ വാടക ഇത് ഞാൻ ഒന്നുകൂടെ അവരാക്ഷനോട് പോയിട്ട് ഒന്ന് ചോദിച്ചാലും. കെട്ടിടത്തിന് വേണ്ടിട്ട് ഇതുവരെയായിട്ട് ഒരു സഹായം തന്നിട്ടില്ല. എനിക്കൊരു പ്രതീക്ഷയില്ല. വേറെ ഇപ്പൊ ആരോടാണ് നമ്മൾ ചോദിക്കണേ? ഞാൻ എന്തായാലും നമ്മുടെ കൊച്ചിന്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു പഠിത്ത ചെലവിനുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. മുതലാളി എങ്ങനെ ശിവം എന്തെങ്കിലും സഹായം ചെയ്യുന്ന മുതലാളി എത്ര പ്രാവശ്യം മുതലാളി പോകുന്നു. കൊച്ചു പഠിക്കണം, കൊച്ചിന്റെ സ്കൂളിലെ ഫീസ് അടയ്ക്കാനെങ്കിലും ഉള്ളത് എന്തെങ്കിലും സഹായം ചെയ്യുന്നത്. എന്റെ ശിവം ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് പറഞ്ഞ ശല്യം ചെയ്യുന്നു. ശിവം എടാ ശിവ അതവിടെ നിന്നോ. ഒരു കാര്യം എന്താ മുതലാളി? ഞാനേ നിന്നോട് കാര്യം പറയാം. വളരെ രഹസ്യമാണ്. നിന്റെ കുടുംബത്തിന്റെ നിന്റെ കൊച്ചിന്റെ എല്ലാ കാര്യവും ഞാൻ കൊണ്ടുപോകാം. പക്ഷെ വേറെ ആരും അറിയരുത്. ഞാനും സാറ് വന്നു വിടാം. നീ എന്റെ കൊച്ചിന്റെ സ്കൂളിലായി ഇട്ടുകൊണ്ടാണ് വേറെ ധൈര്യമായിട്ട് ശിവ ഒരു പ്രശ്നമാണ്. ധൈര്യമായിട്ടിരിക്കുക. ഞാൻ ഏറ്റു. ഞാൻ കാര്യങ്ങൾ നടന്നാൽ പോരെ. നീ ഒന്നും അറിയണ്ട. വേറെ ഒരു മാർഗമില്ല മുതലാളി, പറ ഞാൻ ചെയ്യാം. എന്തായാലും ചെയ്യാം. എന്നാ ശിവ നീ പേടിക്കണ്ടാ. ഞാൻ ചെയ്തോളാം. അതിന്റെ കൂടെ നിൽക്കാൻ മുതലാളി. നിങ്ങൾ എന്താ നല്ലത്? ഇത് നിന്റെ കൊച്ചിന്റെ സ്കൂൾ ബാഗാണ്. അവൻ അറിയില്ല കേട്ടോ. ബാക്കിയെല്ലാം ഞാനും തോന്നിക്കോളാം. ചതിക്കുന്നു. അല്ല ഒരു പ്രശ്നമാണ്. നീ പേടിക്കണം. ഞാൻ പോവാണേ. ചതിക്കുന്നു.
ഞാൻ നോക്കട്ടെ എന്തായാലും ഇല്ല കുറച്ച് ദിവസമായി സംശയമില്ലെങ്കിൽ തന്നെ അപ്പൊ നിങ്ങളാണ് അല്ലേ നിങ്ങൾക്ക് ഈ ഒരു കച്ചവടം കണ്ടോളാം അവരാച്ചൻ പറഞ്ഞിട്ട് ചെയ്തതാടി. അപ്പൊ അവനാണ് ഇതിന്റെ ആള് അവറാച്ചൻ. ഞാൻ എന്തായാലും സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ഞാൻ കൊടുക്കാം. അവരാച്ചൻ ഒന്ന് വിളിക്കട്ടെ. വേണ്ട വേണ്ട എടി പറ്റിപ്പോയി, നീ പോവല്ലേ? ഞാൻ എന്തായാലും സ്റ്റേഷനിൽ പോവാം. എടി പോരടി, എടി പോരടി, കാല് പിടിക്കാൻ പോരടി. നിങ്ങൾ ആറ് മനുഷ്യൻ മുതലാളി, മുതലാളി, അവളെല്ലാം കണ്ടു മുതലാളി. ആ ശിവ എന്നോടാ പ്രശ്നം? ഞാൻ കൊച്ചിന്റെ ബാഗ് എടുത്ത് നമ്മൾ കണ്ടു. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് പോകണം, പെട്ടെന്ന് വരാമോ? ശ്ശോ, ആകെ നശിപ്പിച്ചതാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ശ്രദ്ധിച്ച് ചെയ്യുന്നു. ഇനിയിപ്പൊ ആദ്യം വിളിക്കുന്നു. ഒരു സെക്കൻഡ്, ഞാൻ നിന്നെ വിളിക്കാം കേട്ടോ. ആ ശിവ, എടാ നീ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം ഞാൻ പറഞ്ഞത്. പ്രശ്നങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കരുത്. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ അനിയനെ പറഞ്ഞു വിടാം. ആ വന്നെല്ലാം ഡീലായി. നീ ഇത് എന്തിനുള്ള ഓർമ്മടാ? നീ അവിടെ നിന്നേ, വീട്ടിൽ മനുഷ്യൻ നീ അവിടെ നിക്കണേ അവിടെ. ഫോണിൽ നിന്നോട് പറഞ്ഞ മാറാൻ എടി ശ്യാമളെ, നീ ഒന്ന് അടങ്ങ്. ഞാൻ പറയുന്നത് ഒന്ന് സമാധാനപരമായിട്ടൊന്ന് കേൾക്ക്. വഴിന്ന് മാറാനല്ലേ പറഞ്ഞത്? വഴിന്ന് നീ ഇത് പോയി പോലീസിൽ പറഞ്ഞ നീയും കുടുങ്ങും, നിന്റെ ഭർത്താവും കുടുങ്ങും, നിന്റെ കുഞ്ഞും കുടുങ്ങും. ഞാൻ എങ്ങനെയെങ്കിലും ഒരു പോരും. ഞാൻ അപ്പുറത്തുകൂടി പൊക്കോളാം. മുതലാളി, രാവണം മുതലാളി, നിങ്ങൾ കാണിച്ചു ശ്യാമളനെ എന്താ പറയുന്നത്? ശിവ, ഞാൻ പറയുന്നത് സമാധാനപരമായിട്ട് നീ കേൾക്ക്. നമുക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയതല്ലേ. അതുകൊണ്ട് നിനക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് പോലീസുകാരോട് നീ പറയണം. നീ ഇത് സമ്മതിക്കുകയാണെങ്കിൽ നിന്റെ കൊച്ചിന് ഒരു കുറവും കൂടാതെ ഞാൻ പൊന്ന പോലെ നോക്കിക്കോളാം. എന്റെ ഭാര്യനെ കൊണ്ട് ഞാനാന്ന് പറയണോ? ദൈവമേ, അറിയുമോ എന്റെ കൊച്ചു ഞാൻ അമ്മേ 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 എഴുന്നേക്കമ്മ അമ്മേ അമ്മ എഴുന്നേക്കമ്മ എന്തിനാ ഇത് അമ്മേനെ പറഞ്ഞായിരുന്നു? പറ്റിപ്പോയടാ. അമ്മ വീട്ടിലാണ് സംഭവം. സത്യം കൊച്ചിനെ മാറ്റി കുട്ടീനെ
ഭാര്യനെ കൊന്നിട്ട് മോഹനടാ. അബദ്ധം പറ്റി പോയതാ സാറേ. എന്താ അബദ്ധം? സാറേ ഞങ്ങൾ ഇടക്കിടക്ക് വഴക്ക് കൂടും. ഞങ്ങൾ ഒന്നും തള്ളു കൊണ്ടാകണം. ഇതിപ്പോ ഞാൻ അറിയാണ്ട് പിടിച്ച് തള്ളിയപ്പോ തലി എന്ന് അടിച്ചാ സാറേ. അല്ലത് രാവിലെ ഞാൻ കേട്ടത്. കഴിഞ്ഞ ദിവസം ഞാനവിടെ 100 രൂപ കൊടുത്തത്. സംഭവിച്ചത് അറിയില്ല. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ല അറിവുണ്ടോ? സാറേ എന്റെ അറിവില്ല, അങ്ങനെ കുഴപ്പക്കാരനല്ലേ, സാധുവായ മനുഷ്യൻ. അയാളും സിനിമ കഴിക്കുന്ന ആളാണ്. കഴിക്കുന്നതും കണ്ടിട്ടൊന്നും. എന്റെ വീട് തൊട്ടടുത്ത്, എനിക്കറിയാം, അതുകൊണ്ടാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല. ആൾപ്പാ അവര് വളരെ സ്നേഹത്തിൽ കഴിഞ്ഞത്, ഭാര്യയായി വളരെ സ്നേഹത്തിൽ കഴിഞ്ഞത്. സാറേ ഈ മരിച്ച സ്ത്രീയാണെങ്കിലും ആടിനെയൊക്കെ നോക്കി വളരെ പാവമായിട്ട് നോക്കി, മറ്റലമ്പോ കേൾക്കുമ്പോൾ യാതൊന്നും എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ഒരു പിടി കിട്ടും. ഇറക്കി പോയിച്ചോളൂ. ശരി സാർ, എന്റെ പിടിച്ച വണ്ടി ഓക്കെ. സാറേ എന്റെ എന്റെ മോനെ നോക്കിക്കോളാന്ന് പറഞ്ഞ അവരും തന്നെ കുറ്റം സമ്മതിപ്പിച്ചതാണ്. അവനെ ഇനി വെറുതെ വിടില്ല. അവനാ സാറേ എന്താ ചെയ്യുന്നത്? സാറല്ലേ സാറേ, 2-3 പിള്ളേര് ഈ മുതലേ അവറാന്റെ ഉടവിടെ ചീറിപ്പാഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് സംശയമുണ്ട്, സാറൊന്ന് പോയി. ഓക്കെ സാറേ, നമ്മുടെ ഓപ്പറേഷൻ ജോസയിലെ ഒരു സിവിലിയൻ്റെ കോളായിരുന്നു. കുറച്ച് കുട്ടികൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ ബൈക്കെടുത്ത് പോകണുണ്ടോ? അവന്റെ ആൾക്കാരായിരിക്കും സാറേ. അവന്റെ ഞാൻ എന്റെ കൊച്ചിനെ നശിപ്പിച്ച പോലെ കുറെ പിള്ളേരെ അവൻ നശിപ്പിച്ചിട്ടുണ്ടാവും. അവന്റെ ഗോഡൗണില്ല സാറേ ഈ സാധനം മൊത്തം സൂക്ഷിക്കണം. ഞാൻ കാണിച്ചുതരാം സാറേ, ഞാൻ കാണിച്ചുതരാം. സാറേ, നമുക്ക് മറ്റേ കേസിന് പോകാനുള്ളതല്ലേ? അപ്പോൾ നമുക്ക് ശിവന് ഗോഡൗൺ അറിയാമല്ലോ. പ്രിൻസിനെയും ടീമിനെയും കൂട്ടി നമുക്ക് അങ്ങോട്ട് വിട്ടാലോ? ആ പ്രിൻസ്, എത്രയും പെട്ടെന്ന് ടീമിനെയും കൂട്ടി മുതലവറാന്റെ ഗോഡൗൺ സെർച്ച് ചെയ്യണം കേട്ടോ. ഒരു പ്രധാന ഇൻഫർമേഷൻ. അതാ സാറേ അവന്റെ ഗോഡൗൺ. ഞാൻ അങ്ങോട്ട് വരില്ല സാറേ. പിന്നെ നമ്മുടെ അനിയനാണെന്ന് നടക്കുന്ന കാര്യം അത് നീ ഏറ്റവും എന്ത് ചിലപ്പോ വന്നാലും അത് നമുക്ക് പുറത്തിറക്കും. നീ ധൈര്യമായിട്ടിരിക്കണ പറയാ. എന്റെ ഒരു ചങ്ക് ബ്രോ ഉണ്ട് വക്കീല, അന്നും പറഞ്ഞ ഞാൻ ഏർപ്പാടാക്കുന്നു. കൃഷിയില്ല. സാർ അവിടെ ഒരു ഗോഡൗൺ ചിലപ്പോ അവിടെ കാണാമായിരിക്കും. അതെ പെട്ടു. നിങ്ങളുടെ ഗോഡൗൺ ഇതാണോ? ഇറങ്ങിയോ നിന്റെ അവസാനം? ഇൻട്രസ്റ്റ് കാരണമാണ് ചിത്രം പറ്റിയ മാഫിയെ പിടിക്കാൻ പറ്റിയത്.
നമസ്കാരം, ഞാൻ ഇൻസ്പെക്ടർ കുടി. സ്കൂളുകളിലും കുട്ടികളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം നല്ലവരായ നാട്ടുകാരുടെ സഹകരണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് കലാകളി ക്രിയേഷൻസിൻ്റെ ബാനറിൽ ശ്രീ മോഹൻ പിറവം പുറത്തിറക്കുന്ന ദ റിയൽ ട്രൂത്ത് എന്ന ഷോർട്ട് ഫിലിം. എല്ലാവരും അത് കാണുക, സപ്പോർട്ട് ചെയ്യുക.